കുട്ടികളെക്കുറിച്ച് എല്ലാവർക്കും വലിയ പരാതികളാണ്. പക്ഷെ കുട്ടികളെ മനസ്സിലാക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? കുട്ടികൾക്കൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം തീർച്ചയായിട്ടും അവർക്ക് ചുറ്റും നിൽക്കുന്ന മുതിർന്നവരിലാണെന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനം എത്ര മനുഷ്യരിലുണ്ട്? കുട്ടികൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്, അത് പേരൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാക്കിയ പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം പേരൻസാണ് അവർക്ക് ജെനറ്റിക്സ് കൊടുത്തത്, പേരൻസാണ് അവരുടെ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്തത്, പേരൻസാണ് അവർക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങളെല്ലാം എടുത്തത്. നമ്മളൊരു ചട്ടി വാങ്ങി അതിൽ മണ്ണിട്ട് അതിലൊരു വിത്ത് വെച്ച് അതിൽ കിളിച്ചു വരുന്ന ചെടിയിലൊരു പൂവ് വന്നിട്ട് ആ പൂവിൽ കേടുണ്ടെങ്കിൽ അത് പൂവിൻ്റെ കേടാണെന്നും പറഞ്ഞ് പൂവിൽ മരുന്നടിച്ചാൽ ഒരു കാര്യമില്ല. ഇത് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ ഫ്ലവർ ഈസ് ഹാവിങ് സം പ്രോബ്ലം, ഡെഫിനറ്റ്ലി അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്, അതിൻ്റെ കോസ് കിടക്കുന്നത്, അതിൻ്റെ റീസൺ കിടക്കുന്നത് ആ പ്ലാന്റിലാണ് അല്ലെങ്കിൽ ആ മണ്ണിലാണ്. അവിടെയൊക്കെയാണ് കറക്ഷൻസ് വേണ്ടത്. സ്കൂളുകളിൽ ഒത്തിരി മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഒരുപാട് മാനസിക വൈകല്യങ്ങളുള്ളവർ സ്കൂളിടങ്ങളിലൊക്കെ ചേക്കേറിയിരിപ്പുണ്ട്. അതിനെയൊക്കെ പിഴുതു വെളിയിൽ കളയണം. അതുപോലെ തന്നെ പേരൻസിനിടയിൽ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് വേണ്ട രോഗികളുണ്ട്. അവരാ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളൊക്കെ വലിയ ആശ്വാസത്തിലേക്ക് വരും. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. നല്ലതെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. മാതാപിതാക്കളിലെ അധ്യാപകരിലെയൊക്കെ രോഗാവസ്ഥകളാണ് ഇന്ന് കുട്ടികളുടെ വലിയൊരു ദുരന്തമായി മാറിയിരിക്കുന്നത്. കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. സ്കൂളിൽ ആത്മഹത്യ ചെയ്താൽ സ്കൂളിൻ്റെ പ്രശ്നമാണ്, അല്ലെ വീട്ടിൽ ആത്മഹത്യ ചെയ്താൽ വീട്ടിലെ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിക്കുകയും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു 4-5 ദിവസത്തേക്ക് വാർത്ത സൃഷ്ടിക്കുകയും കുറേ പ്രതിഷേധങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യും. പക്ഷേ പ്രധാനമായിട്ടും ഒരു പ്രശ്നം, നമ്മുടെ കുട്ടികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ സമഗ്രമായ ഒരു പ്രവർത്തനം ഉണ്ടാവുന്നില്ല. അത് വീട്ടിലും ഉണ്ടാവുന്നില്ല, സ്കൂളിലും ഉണ്ടാവുന്നില്ല. നമ്മൾ വീട്ടിലൊക്കെ പേരൻസ് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ പലപ്പോഴും പേരൻസിലുള്ള പല വൈകല്യങ്ങളുമാണ് കുട്ടികളുടെ മാനസിക അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാകുന്നത്. ഇപ്പം പേരൻസിനിടയിൽ അവർ തമ്മിലുള്ള വഴക്കുകൾ അല്ലെങ്കിൽ അവരിലൊക്കെയുള്ള ചില വൈകാരിക മാനസിക പ്രശ്നങ്ങളൊക്കെ കുട്ടികളെ ധാരാളമായിട്ടത് ബാധിക്കും. സ്വാഭാവികമായിട്ട് അത് പേരൻസ് മനസ്സിലാക്കുന്നില്ല. കുട്ടികൾക്ക് കുറേ പണവും കുറേ ആഹാരവും കുറേ വസ്ത്രവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പേരൻറ്റിങ് ആയി എന്ന് ചിന്തിക്കുന്ന ധാരാളം പേരൻസ് ഉണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികളെ വളർത്തുന്ന പല പേരൻസും ഒരുപാട് സൗകര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടില്ലേ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ വേണ്ടത് ഒരു സുരക്ഷിതത്വമാണ്, അംഗീകാരമാണ്, സ്നേഹം, ഒരു ഉപാധികളില്ലാത്ത സ്നേഹമാണ്, ഒരു മൂല്യം കൊടുക്കലാണ്, ഒരു റെസ്പെക്റ്റ് കൊടുക്കലാണ്. ഇതൊക്കെ നല്ല മാനസിക ആരോഗ്യമുള്ള മനുഷ്യർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അധ്യാപകരുടെ ഇടയിലും മാനസിക രോഗികളായ ഒരുപാട് അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് B.Ed ആണ്, MSc ആണ് എന്നൊക്കെ വിചാരിക്കുമ്പോഴും നമ്മൾ മാനസിക ആരോഗ്യമില്ലാത്ത ഒരാളെ ഒരിക്കലും ടീച്ചിങ്ങിൽ വെച്ചുകൊണ്ടിരിക്കരുത്. എത്ര സ്കൂളുകളിലാണ് ഈ വൈകല്യമുള്ള ആൾക്കാരെയൊക്കെ സ്കൂളുകളിൽ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്? പല സ്കൂളുകളിലുമുണ്ട്. യാതൊരു ഭ്രാന്തരായിട്ടുള്ള ആൾക്കാരെ വരെ നമ്മൾ സ്കൂളുകളിലൊക്കെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ അവർ പഠിപ്പിക്കാനൊക്കെ ചിലപ്പോൾ കഴിവുള്ളവരായിരിക്കും. പഠിപ്പിക്കാനുള്ള കഴിവല്ല, അവർ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഡാമേജ് എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുക, കുഞ്ഞുങ്ങളുടെ ആത്മവീര്യം കെടുത്തുക, ആത്മാഭിമാനം കെടുത്തുക, അവരെ മൂല്യമില്ലാത്തവരാക്കുക, പ്രാകുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ധാരാളം അധ്യാപകരുണ്ട്. അതുപോലെ സ്കൂളുകളൊക്കെ നടത്തുന്ന, പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂളുകളൊക്കെ നടത്തുന്ന കുറേ അതിൻ്റെ അധികാരികളെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന, അതാരും ആയിക്കോട്ടെ, ആത്മീയ രംഗത്തുള്ളവരാകാം അല്ലാത്തവരാകാം, എന്തെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ കയറി അങ്ങ് സ്കൂൾ ഭരിക്കുകയാണ്. നമ്മളൊരു സ്കൂൾ നടത്തുമ്പോൾ ആ വിദ്യാഭ്യാസത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുമൊക്കെ ആധികാരികമായ അറിവുള്ളവരുമായിട്ട് ചോദിച്ചും കൺസൾട്ട് ചെയ്തുമൊക്കെയാണ് നമ്മൾ ഒരു സ്കൂളിൻ്റെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ നിന്ന് വന്നൊരു വാർത്തയാണ്, ഒരു കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത. മാർക്കിനനുസരിച്ച് കുട്ടികളെ തരംതിരിച്ച് ഡിവിഷനുകൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ വളരെ പ്രാകൃതമാണ്. ഇന്ന് ആധുനിക കാലത്ത് എല്ലാത്തരം കുട്ടികളും ഒരുമിച്ചാണ് പഠിക്കേണ്ടത്. മാർക്കിനനുസരിച്ചല്ല, വേറെന്തെങ്കിലും ഒരു ക്വാളിറ്റേറ്റീവായിട്ടുള്ള കുട്ടികളെ തരംതിരിക്കാനായിട്ട് കുട്ടികളെ ഡിവിഷൻസ് ഷഫിൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് കുറച്ചുകൂടെ ആരോഗ്യപരമായ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ പുതിയ കുട്ടികളുടെ ഗ്രൂപ്പുകളെ സൃഷ്ടിച്ച് കൊടുത്തൊക്കെ അങ്ങനെയൊക്കെ മാറ്റുന്നതിൽ കുഴപ്പമില്ല. ഇതങ്ങനെയല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാരെ എല്ലാം കൂടെ ഒരു ക്ലാസ്സിലോട്ട് ഇടുക. അപ്പോൾ അങ്ങനെ അവരെ സ്റ്റാമ്പ് ചെയ്ത് അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്ത് മാറ്റുന്നത് വളരെ അപകടകരമായ അല്ലെങ്കിൽ വളരെ വളരെ ചീപ്പായിട്ടുള്ള ആക്ടിവിറ്റിയാണ്.
അതുപോലെ 24 മണിക്കൂറും പരീക്ഷ ഒഴിഞ്ഞിട്ട് നേരമില്ല. കുട്ടികളൊക്കെ പഠിക്കാൻ വരുമ്പോൾ ചില പരീക്ഷാ ജീവികളും അല്ലെങ്കിൽ ഇവരെ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അക്കാഡമിക്സ് പഠനത്തിന് മാത്രമായിട്ടുള്ള കുഞ്ഞുങ്ങളല്ല. അവർക്ക് സൗഹൃദങ്ങളുണ്ടാവണം, അവർക്ക് നല്ല ബന്ധങ്ങളുണ്ടാവണം, അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേണം, അവർക്ക് വർത്തമാനം പറയണം, അവരെ ആരെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കണം, അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം. ഇന്നും നീറ്റ് കഴിഞ്ഞ ഒരു കുട്ടി എന്നെ കാണാനായിട്ട് വന്നു. ചങ്ങനാശ്ശേരിയിലെ ഒരു സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണ്. ആ കുട്ടി യാതൊരു ഡെവലപ്മെൻറ്റും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. ആ കുട്ടിയെ 12ാം ക്ലാസ് വരെ പഠിച്ചു, ഒരു പിന്നെ കോച്ചിങ് സെൻറ്ററിൽ പോയി 1 കൊല്ലം കോച്ചിങ്ങും കഴിഞ്ഞ് ആ കുട്ടിക്ക് ജീവനില്ല, ആ കുട്ടിയിൽ ഒരു ചിരിയില്ല, ആ കുട്ടിക്കൊരു സന്തോഷമില്ല. 97% മാർക്കുള്ള കുട്ടിയാണ്. എന്തിനാണ് ഇങ്ങനെ മാർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്? ജീവിക്കാൻ ഒരു ത്രാണി പോലും ഇല്ലാത്തൊരു കുഞ്ഞായിട്ട് ഒരു വേസ്റ്റാക്കി അതിനെ കളയുകയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുമ്പോൾ ആ കുട്ടി ഒരു ഡെഡ് ബോഡിയുടെ സ്റ്റേറ്റിലാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ആ കുട്ടിയുടെ പേരൻസിനെ, ആ കുട്ടിയെയൊക്കെ ഒരു തരത്തിലൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് തിരിച്ചു വിടുമ്പോൾ, സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ പേരിൽ നടത്തുന്ന പല പ്രവർത്തനങ്ങൾ ക്രിമിനൽ പ്രവർത്തനങ്ങളാണ്. ഇത് അറിവില്ലായ്മ കൊണ്ടല്ല, പലപ്പോഴും പല കച്ചവട താല്പര്യങ്ങൾ കൊണ്ടും ചില വിവരക്കേടുകൾ കൊണ്ടും ഒക്കെ ആവാം ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടായാലും ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഈ സ്കൂളൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തെ പറ്റി വിവരമില്ല, നിങ്ങൾക്ക് പണമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു സംഘടിതമായ ശക്തിയാണ്, നിങ്ങൾക്ക് 4-5 സ്കൂളുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ വിവരമുള്ളവരുമായിട്ടൊക്കെ കാര്യങ്ങൾ തിരക്കി, കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ അറിയാവുന്നവരുമായിട്ട് കാര്യങ്ങളൊക്കെ തിരക്കി വിദ്യാഭ്യാസപരമായ പരിഷ്കാരങ്ങൾ നടത്തുക. അപ്പോൾ സ്കൂൾ മെച്ചപ്പെടും. നല്ല നിലയിലല്ലേ സ്കൂളുകൾ വരണ്ടേ? ഈ തട്ടിപ്പും ഉടായിപ്പുമൊക്കെ നടത്തിയാൽ അധികം കാലം നിലനിൽക്കത്തില്ല. അതുകൊണ്ട് കുട്ടികളെ മാനിക്കുകയും കുട്ടികളെ റെക്കഗ്നൈസ് ചെയ്യുകയും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയും കുട്ടികളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇടങ്ങളായിട്ട് സ്കൂൾ മാറണം, വീടും മാറണം. വീട്ടിൽ ഇന്ന് ഞാൻ സംസാരിച്ച ഒരു പേരൻ്റാണ്. അമ്മ സത്യം പറഞ്ഞാൽ ഒരു അടിമയെ പോലെയാണ് അമ്മ ജീവിക്കുന്നത്. ആ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോലും അമ്മയ്ക്ക് സാധിക്കുന്നില്ല. അപ്പൻ ഒരുമാതിരി അങ്ങ് തകർത്ത് പെയ്യാണ്. അപ്പൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കണം. അപ്പന് ശബ്ദം കേട്ടുകൂടാ, വീട്ടിൽ ശബ്ദം ഉണ്ടാകാൻ പാടില്ല, വീട്ടിൽ എപ്പോഴും കുട്ടികളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കണം, ഭാര്യ എപ്പോഴും അടുക്കളയിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇങ്ങനെ വൈകല്യം പിടിച്ച മനുഷ്യനൊക്കെ ഒരു അച്ഛൻ, ഇതൊക്കെ അച്ഛനാണോ? ഇയാളൊരു രോഗിയാണ്, ഇയാൾക്ക് ചികിത്സ വേണം. അപ്പോൾ ആ അമ്മ എന്നോട് ചോദിച്ചു, സാറേ അത് ആരായിരിക്കും പറഞ്ഞു കൊടുക്കും? ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ചെന്നാൽ അവരെ കൊന്നുകളയും. അതുപോലത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇന്നും ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ദുരന്തങ്ങളൊക്കെ ലോകത്ത് അച്ഛനെന്നും അമ്മയെന്നും ഒക്കെ പേരിലുണ്ട് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു അവസ്ഥയൊന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കുറേ ആഹാരം കൊടുക്കുന്നതൊന്നും അല്ല പ്രധാനമായ കാര്യം. കുറേ ലക്ഷറികളൊക്കെ കാണുമായിരിക്കും, പക്ഷെ അതിലൊന്നും കാര്യമില്ല. പാവപ്പെട്ട വീട്ടിലൊക്കെ എത്ര സന്തോഷമായിട്ട് കുഞ്ഞുങ്ങൾ ജീവിക്കുന്നു. അവർക്ക് കൂട്ടുകാരുണ്ട്, അവർക്ക് സൗഹൃദങ്ങളുണ്ട്. ഒരു 10ാം ക്ലാസ്സുകാരിക്ക് കുഞ്ഞെന്ന് പറഞ്ഞാണ്, എനിക്ക് ഒരു കൂട്ടുകാരെ പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ ആരുമായിട്ടെങ്കിലും ഒന്ന് ശകലം അടുക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് വിലക്കുകയും അവരെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യും. എന്ത് പ്രാകൃതമാണ് ഇത്തരം പേരൻറ്റുകളൊക്കെ. അപ്പോൾ ഇതുപോലുള്ള എന്തിൻ്റെ കുറവാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് കുറവ്. ഒരു ഡിഗ്നിറ്റി ഇല്ലാത്തതിൻ്റെ കുറവ്, ഒരു വാല്യൂ ഇല്ലാത്തതിൻ്റെ കുറവ്, ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തതിൻ്റെ കുറവ്, ശരിയായ സ്നേഹമില്ലാത്തതിൻ്റെ കുറവ്. സ്നേഹമെല്ലാം കണ്ടീഷണലാണ്, പെർഫോമൻസ് ഓറിയൻറ്റഡ് ലവ്. നമ്മൾ പിള്ളേരൊക്കെ ഭയങ്കര റാങ്കൊക്കെ വാങ്ങിച്ച് കയ്യടിയൊക്കെ വാങ്ങിച്ച് നിൽക്കുകയാണെങ്കിൽ വലിയ റെസ്പെക്റ്റാണ്. കുട്ടികൾ കുറഞ്ഞു പോയാൽ അവരെ ഒരു റെസ്പെക്റ്റ് ഇല്ല. അവരെന്തുകൊണ്ടാണ് കുറയുന്നത്? അവരുടെ ജെനറ്റിക്സ് കുറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ്, അവരുടെ എൻവയോൺമെൻറ്റ് കുറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ പേരൻസ് അവരുടെ ജീവിതത്തെ കോംപ്ലിക്കേറ്റ് ചെയ്തതുകൊണ്ടാണ്. കുട്ടികൾ കള്ളം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് കള്ളം ചെയ്യുന്നത്? നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കുട്ടികൾ കള്ളം ചെയ്യുന്നത്. കള്ളം ചെയ്യണമെന്നും പറഞ്ഞ് ലോകത്തിൽ ഒരു കുഞ്ഞും ജനിക്കുന്നില്ല. നമ്മൾ അവർക്ക് വേണ്ട റെസ്പെക്റ്റൊക്കെ കൊടുത്താൽ അവർ നമ്മളെയും റെസ്പെക്റ്റ് ചെയ്യും, ഒരു സംശയമില്ല. കുട്ടികൾ അലസരാണ്. കുട്ടികൾ അലസരാകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ശരീരത്തിൽ ഒരു ഹാപ്പി ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അവർക്ക് എഴുന്നേറ്റിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടോ എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് അവർക്ക് ഒരു തോന്നലും ഇല്ല. അത് എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്? പണ്ട് കാലത്തൊക്കെ അപ്പനോ അമ്മയോ ഫെയിൽ ചെയ്യുമ്പോൾ അതിനെ പിന്നെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി സിസ്റ്റം സമൂഹത്തിലുണ്ടായിരുന്നു. വീട്ടിൽ 2 അടി കിട്ടിയാൽ ആ കുട്ടികൾക്ക് അപ്പുറത്ത് പോയി വേറൊരു വീട്ടിലോ അല്ലെ അനിയൻ്റെ വീട്ടിലോ ചേട്ടൻ്റെ വീട്ടിലോ ഒക്കെ പോയി അതിനെ മറക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഇന്ന് ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി അച്ഛൻ്റെയോ അമ്മയുടെയോ ഭാഗത്തു നിന്ന് മോശപ്പെട്ട അല്ലെങ്കിൽ ഒരു വൈകൃതം ഉള്ള ഒരു സ്വഭാവം അവരിൽ നിന്ന് ആ കുട്ടിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് അനുഭവിക്കല്ലാതെ ഒരു നിവൃത്തിയില്ല. കുട്ടികളൊക്കെ പെട്ടുപോവുകയാണ്. അവർ അലസരാകുന്നതിൻ്റെ കാരണം അവർക്കൊരു സന്തോഷവും ഇല്ല. അവരെന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും അവർക്കറിയില്ല. ധാരാളം കുട്ടികൾ, ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിലൊരു കുട്ടി വന്ന് ശക്തമായിട്ട് പിടിച്ചിട്ട് ആ കുട്ടി പറഞ്ഞത്, സാറേ ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് വളരെ വിഷമം തോന്നി. എന്തിനായിരിക്കും ഈ കുട്ടി ഇങ്ങനെ പറയുന്നത്?
ഞാൻ പറഞ്ഞു, ഞാനൊരു കാർഡ് കൊടുത്തിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, മോളെ എന്നെ ഒന്ന് വിളിക്ക്, ഞാൻ എന്താണെന്നൊന്ന് കേൾക്കട്ടെ. സത്യം പറഞ്ഞാൽ ആ കുട്ടി അതിൻ്റെ അമ്മയും ആ കുട്ടിയും കൂടാണ് എന്നെ വിളിക്കുന്നത്. ഭയാനകമാണ് ആ കുട്ടിയുടെ അവസ്ഥ. ഇങ്ങനെയൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഇതൊന്നും സ്കൂളിലുള്ളവർ മനസ്സിലാക്കുന്നില്ല. സ്കൂളിലുള്ളവർ കുട്ടികളൊക്കെ എന്ന് പറയുന്നത് ഏതോ ഒരു 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 നമ്പറാണ്, അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ നമ്പറോ അഡ്മിഷൻ നമ്പറോ ആയിട്ടാണ് കുഞ്ഞുങ്ങളെ കാണുന്നത്. അവർ ജീവനുള്ള വസ്തുക്കളാണ്. അവരൊക്കെ വരുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നാണ്. വലിയ പണമുള്ള വീട്ടിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞൊരു കുഞ്ഞ് ഹാപ്പി ആയിക്കൊള്ളണമെന്നില്ല. ആ കുഞ്ഞിനൊരു ആശ്വാസം ഉണ്ടായിരിക്കുന്നില്ല. ആ കുഞ്ഞ് സ്നേഹിക്കപ്പെടണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ, ഇപ്പോൾ സ്കൂളായാലും വീടായാലും കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളായി മാറിയിരിക്കുന്നു. സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 24 മണിക്കൂറും അക്കാഡമിക് പ്രഷറിട്ട് കുഞ്ഞുങ്ങളെ ഒന്ന് മനസ്സിലാക്കാനോ കേൾക്കാനോ ഒരു കഥ പറഞ്ഞു കൊടുക്കാനോ ഒന്ന് സാവധാനപ്പെടാനോ ഒന്ന് സന്തോഷിപ്പിക്കാനോ ഒന്നും പറ്റുന്ന യാതൊരു അവന്യൂസ് സ്കൂളുകളിലില്ല. എല്ലാത്തരം സ്കൂളുകളും അതാണ്. എനിക്ക് ഇന്ന് കോഴിക്കോട്ട് നിന്ന് വിളിച്ചൊരമ്മയാണ്, ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, സർക്കാർ മേഖലയിലുള്ള സ്കൂളാണ്. ഫുൾ A+ വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ശ്വാസം വിടാൻ സമ്മതിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഫുൾ A+ വാങ്ങിപ്പിക്കുക. ആർക്ക് വേണ്ടിയാണ് ഈ A+? ആർക്ക് വേണ്ടിയാണ് A+? കോളേജിലൊക്കെ ഈ ഫുൾ A+ വാങ്ങിച്ചുകൊണ്ട് ചെല്ലുന്ന പിള്ളേരാണ് മുഴുവൻ തോക്കുന്നത്. ചുമ്മാ ഒപ്പിച്ച് വെക്കുന്ന കുറേ A+. എന്ത് വാല്യൂ ആണ് ഇതിനുള്ളത്? നിങ്ങൾ കുട്ടികളെ സമഗ്രമായി വളർത്തിയെടുക്കുക. അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകട്ടെ, ധൈര്യം ഉണ്ടാകട്ടെ, അറിവുണ്ടാകട്ടെ, പഠിക്കട്ടെ. ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒപ്പിച്ചെടുക്കുന്ന കുഞ്ഞുങ്ങൾ. പേരൻസ് കുട്ടികളെ കുറ്റം പറയുന്നു, ടീച്ചേഴ്സ് കുട്ടികളെ കുറ്റം പറയുന്നു, പരസ്പരം കുറ്റം ചുമത്തുന്നു. ഇതിനെല്ലാം ഇടയിൽ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിലവാരം കുറഞ്ഞു പോകുന്നു, അവർക്ക് ജീവിക്കാൻ പ്രയാസപ്പെടുന്നു. ഫോൺ അഡിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഫോൺ അഡിക്ഷൻ ഉണ്ടാകുന്നത്? അവർക്ക് മനുഷ്യരോട് അഡിക്ഷൻ ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്താണ്? അവർ മനുഷ്യരുമായിട്ട് കൂടുതൽ ഇടപെടാനും സഹകരിക്കാനും താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? അവർ കാണുന്ന മനുഷ്യരെല്ലാം ഒരുമാതിരി വളരെ ഓക്വേർഡായതുകൊണ്ടാണ്. അവർ ഫോണിനകത്ത് മാത്രമാണ് കുറച്ച് നല്ല മനുഷ്യരെ കാണുന്നത്, അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും കാഴ്ചകൾ കാണുന്നത്. ഒരു തരത്തിലും ഒരു ആശ്വാസമില്ലാത്ത ആൾക്കാരെയാണ് അവർ കാണുന്നതല്ല. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഒരു സിസ്റ്ററും ബ്രദറിലോയും കൂടെ അവനെ കാണാൻ വരും. കാണാൻ വരുന്നിടം മുതൽ മുഴുവൻ ഈ ഫ്യൂച്ചർ, അതുപോലെ തന്നെ ജോലി, പഠനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. ഒരു സഹോദരി വരുമ്പോൾ സംസാരിക്കേണ്ടത് സ്നേഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കൊച്ചു വർത്തമാനങ്ങളൊക്കെയാണ്. ഒരു സഹോദരിയിൽ നിന്ന് അതൊക്കെയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു സഹോദരനിൽ നിന്ന് അതൊക്കെയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അമ്മയാവണം, അച്ഛനെ പോലെ പെരുമാറണം. അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കോർപ്പറേറ്റ് രീതിയിൽ ഒരു പ്രോജക്റ്റ് മാനേജ് ചെയ്യുന്ന പോലെ പിള്ളേരെ മാനേജ് ചെയ്താൽ എവിടെ ശരിയാകാനാണ്? ആദ്യത്തെ കുട്ടി അതിലൊക്കെ ചിലപ്പോൾ അങ്ങ് പെട്ടുപോയെന്നിരിക്കും, രണ്ടാമത്തെ കുട്ടി കൈവെക്കും, മൂന്നാമത്തത് കത്തിക്കും. ഇതൊക്കെയാണ് നടക്കുന്ന ഈ സമൂഹത്തിൽ. ദയവീത് ഇത്തരം അവസരങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക. കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്താൽ അവർ റെസ്പെക്റ്റ് ചെയ്ത്, എൻ്റെ ഗ്യാരണ്ടിയാണ്. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് കുട്ടികളോട് ഇടപെടുന്നു. കുഞ്ഞുങ്ങളെ ബഹുമാനിച്ചാൽ അവർ തിരിച്ച് ബഹുമാനിക്കും. കുഞ്ഞുങ്ങൾക്കൊരു മൂല്യം കൊടുത്താൽ അവർ പിന്നെ ചീപ്പാവില്ല. കുഞ്ഞുങ്ങൾക്കൊരു ഡിഗ്നിറ്റി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും ആ ഡിഗ്നിറ്റിക്ക് അനുസരിച്ച് അവർ ഉയർന്നു വരും. നമ്മൾ കൊടുക്കുന്ന ഡിഗ്നിറ്റിക്ക് അനുസരിച്ചാണ് അവർ ഉയരുന്നത്. നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ചാണ് അവർ ആ ബോധത്തിലേക്ക് വരുന്നത്. അത്തരം കുഞ്ഞുങ്ങളൊന്നും ചീപ്പായി ലോകത്ത് മാറുന്നില്ല. അവരൊക്കെ എന്ത് ഗ്രാൻഡായിട്ടാണ് ലോകത്ത് ജീവിക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളെ ഇടിച്ച് താഴ്ത്തി, കുഞ്ഞുങ്ങളെ മോശമാക്കി, കുഞ്ഞുങ്ങളെ വാല്യൂ ഇല്ലാതാക്കി. പല കുട്ടികൾക്കും പുറത്ത് നല്ല വിലയുണ്ട്, വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരു വിലയില്ല. അതുകൊണ്ടാണ് അവർ പുറത്ത് കൂടുതൽ വ്യാപരിക്കുന്നത്, സ്ട്രേ ചെയ്യുന്നത്. ഇത്തരം വീട്ടിൽ കിട്ടാത്ത അംഗീകാരവും സ്നേഹവും ഒക്കെ അന്വേഷിച്ച് അവർ പുറത്ത് പലയിടത്തും പലതും അന്വേഷിച്ച് പോകുന്നതിൻ്റെ കാര്യം അതാണ്. ഇനി പഠിക്കാത്ത കുട്ടികൾക്ക് ഭാവിയുണ്ടോ? വലിയൊരു ചോദ്യമാണ്. ഈ പഠിച്ച കുട്ടികൾക്കെല്ലാം വലിയ ഭാവിയുണ്ടോ? പഠിച്ച പല കുട്ടികൾക്കും ഒരു നൈപുണ്യവുമില്ല, ഒരു മനോഭാവമില്ല. അതുകൊണ്ടൊന്നും ഭാവി ഉണ്ടാവുന്നില്ല. ഭാവി ഉണ്ടാവണമെങ്കിൽ സമഗ്രമായ വളർച്ച. അത് ഓരോ കുട്ടികൾക്കും ഓരോ സ്കെയിലാണ്. ഇപ്പോൾ ഇൻ്റലക്ച്വലി വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് അത്തരത്തിലുള്ള മേഖലകളിൽ അവർ ഭാവി ഉണ്ടാക്കും. അല്ലാത്തവർ അതിൻ്റെ താഴത്തെ മേഖലകളിൽ ഭാവി ഉണ്ടാക്കും. ഇനി ഒന്നും പറ്റുന്നില്ല. ഒരു കുട്ടി കൃഷി ചെയ്ത് ജീവിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യനായിട്ട് ജീവിക്കുന്നു, ഒരു ടൈലറായിട്ട് ജീവിക്കുന്നു. ഒരു ബ്ലൗസ് തയ്ക്കുന്നതിന് 6000 രൂപ വാങ്ങിച്ച ഒരു കുട്ടിയെ ഞാൻ കണ്ടു. 6000 രൂപയാണ് അത് ഒരു ബ്ലൗസിന് വാങ്ങിച്ചത്. അപ്പോൾ അത്രയും വിലയൊക്കെ ഇപ്പോൾ ഒരു ബ്ലൗസിന് വാങ്ങിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ കുട്ടി ആ കാര്യത്തിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. ഓരോ മേഖലയിലും ഒരു കേക്കിന് 3000-4000 രൂപ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഇടുന്ന ആ കേക്ക് അത്ര സ്പെഷ്യലാണ്, അത്ര എക്സെപ്ഷണലാണ്.
നമുക്കെല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ട്. ആ കഴിവിനെ പ്രൊമോട്ട് ചെയ്ത് ആ കഴിവിനെ നമ്മൾ പ്രചോദിപ്പിച്ച് കൊണ്ടുവന്ന് അതിനെ എക്സലൻ്റായിട്ട് ലോകത്ത് മാനിഫെസ്റ്റ് ചെയ്താൽ നമുക്ക് വലിയ വാല്യുബിൾ ആകാനായിട്ട് പറ്റും. ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഇത്രയും ഫീസൊക്കെ സാർ ചോദിക്കുക. ഞാനൊരു വാല്യുബിൾ പേഴ്സൺ ആകാൻ തന്നെയാണ് ലോകത്ത് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഐ വാണ്ടഡ് ടു ബി എ വെരി വാല്യുബിൾ പേഴ്സൺ. എന്നെ ചീപ്പായിട്ട് ആർക്കും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. പിന്നെ ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ അത് അർഹതപ്പെട്ടവർക്കാണെങ്കിൽ അവർക്ക് അൺകണ്ടീഷണലായിട്ട് സഹായിക്കും, അത് വേറെ കാര്യമാണ്. പക്ഷെ അല്ലാതെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഹൈ വാല്യൂ വേണം. അതെൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹമാണ്. അത് എനിക്ക് കിട്ടിയ, എന്നെ വളർത്തി അല്ലെങ്കിൽ എന്നെ രൂപപ്പെടുത്തിയ ആൾക്കാർ എനിക്ക് തന്ന വാല്യൂ ആണ്. ആ വാല്യൂ ചീപ്പാക്കാൻ ഞാൻ തയ്യാറല്ല. ആ ഡിഗ്നിറ്റി ചീപ്പാക്കാൻ ഞാൻ തയ്യാറല്ല. ആ റെസ്പെക്റ്റ് ചീപ്പാക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും ഇല്ലാത്തിടത്ത് ഞാൻ ഒരിക്കലും നിൽക്കില്ല. എൻ്റെ വാല്യൂസുമായിട്ട് ചേരാത്ത ഒന്നുമായിട്ട് ഞാൻ സഹകരിക്കില്ല. അതൊന്നും അഹങ്കാരമല്ല. അതൊക്കെയാണ് ഒരു വ്യക്തിത്വമായി രൂപപ്പെടുന്നത്. അതൊക്കെയാണ് ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ അതുണ്ടാവണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും മാനസികാരോഗ്യം, ഞാൻ പല പേരൻസിനുമായിട്ടും, ഈ എല്ലാ പേരൻസിൻ്റെയും കാര്യവും എല്ലാ ടീച്ചേഴ്സിൻ്റെയും കാര്യമല്ല, ബഹുഭൂരിപക്ഷം പേരൻസും ബഹുഭൂരിപക്ഷം ടീച്ചേഴ്സും കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ ആശ്വാസമാണ്, സന്തോഷമാണ്. അവർക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ അവരോട് നന്ദിയും ഗ്രേറ്റ്ഫുള്ളുമാണ്. പക്ഷേ പലപ്പോഴും പല പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരിൽ കുഞ്ഞുങ്ങളിലല്ല പ്രോബ്ലം. ഇന്നൊരു കുട്ടിയെ ആയിട്ട് ഒരു അമ്മ വന്നു. ആ അമ്മ പറഞ്ഞത് കുഞ്ഞിനൊരു സൈക്കോ തെറാപ്പി വേണം, അതിനെവിടെയാണ് സാറേ പോകേണ്ടത്, അത് സാറിൻ്റെ അടുത്ത് വന്നൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നതാണ്. അവർക്ക് ഇവിടെ ഒന്നും അറിയുന്ന ആളല്ല. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ നമുക്ക് ശരിയാക്കാം, എന്താണ് കാര്യം. ഞാൻ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആ കുട്ടിയുടെ പേരൻറ്റിലാണ് പ്രോബ്ലം നിൽക്കുന്നത്. പേരൻസ് ആ പ്രോബ്ലം മറച്ചു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് അത് മൂടി വെച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫാണ് നടത്തുന്നത്. അതിൻ്റെ വിക്ടിമാരാണ് ആ കുഞ്ഞാണ്. പേരൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫ് നടത്തുമ്പോൾ, പേരൻസ് ഒരുമാതിരി ഉടായ്പ് കാണിക്കുമ്പോൾ ആ കുഞ്ഞ് വിക്ടിമാകുകയാണ്. ആ കുഞ്ഞിൻ്റെ സകലമാന പ്രശ്നങ്ങൾക്കും കാരണം ആ പേരൻ്റാണ്. എത്ര നീചമാണ് ഈ പ്രവർത്തികൾ. സ്കൂളുകളിലൊക്കെ ഇതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആ സ്കൂൾ മാനേജ്മെൻറ്റിന് വേണ്ട ചില ഭ്രാന്ത് കേസുകളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ദുരന്തം എന്താണ്? എത്ര കുഞ്ഞുങ്ങൾക്കാണ് അതിൻ്റെ ദോഷം. മാത്രമാണോ സഹപ്രവർത്തകർ, നല്ല ഡിഗ്നിറ്റിയുള്ള പല ടീച്ചേഴ്സിനെയും ഇതുപോലുള്ള കേസുകൾ ഇല്ലാതാക്കും. ആ ഡിഗ്നിറ്റിയുള്ള ടീച്ചർമാർക്ക് ഒരു വാല്യുബിളായിട്ട് ലോകത്ത് നല്ല സേവനം ചെയ്യാൻ പോലും ഇത്തരം ആൾക്കാർ തടസ്സമാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ കണ്ടെത്തി ഇതിനെയൊക്കെ പിരിച്ചുവിട്ടില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളുടെ ദുരന്തങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സ്കൂളിനെ ബ്ലെയിം ചെയ്യാനും വീടിനെ ബ്ലെയിം ചെയ്യാനും ഒക്കെ കുറച്ച് 2 ആഴ്ച ചർച്ച ചെയ്യാനും ഒന്നും നടന്നിട്ട് കാര്യമില്ല. നമുക്ക് സമഗ്രമായ ചില കാര്യങ്ങൾ വേണം. കുഞ്ഞുങ്ങളുടെ നീഡ് അനുസരിച്ച് എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയല്ല. ചില കുഞ്ഞുങ്ങൾ ഇത്തരം ഹാർഷായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തരണം ചെയ്തെന്നിരിക്കും. ചില കുഞ്ഞുങ്ങൾ ഏത് ടഫായിട്ടുള്ള സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നിരിക്കും. ചില കുഞ്ഞുങ്ങൾക്ക് അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. ക്ലാസ്സിലിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കി അവരോട് വ്യത്യസ്തമായിട്ട് ഇടപെടാൻ കഴിയണം. നല്ല ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നത്? പൊതുവായിട്ട് പല കാര്യങ്ങളും ഹാർഷായിട്ട് ക്ലാസ്സിൽ പറഞ്ഞാൽ പോലും പുറത്തിറങ്ങി കഴിയുമ്പോൾ ആ സോഫ്റ്റായിട്ടുള്ള കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങളെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ഞാനിത് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി അല്ല. അതൊക്കെ ഇവിടെ ഇച്ചിരി ഉഴപ്പന്മാരൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. രണ്ടും രണ്ടായിട്ട് കാണാനുള്ള കപ്പാസിറ്റി, ഇതാണ് ടീച്ചർ എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ പേരൻസ് വന്നു കഴിഞ്ഞാൽ ഉടനെ ആ കുട്ടിയെപ്പറ്റി കുറേ അനാവശ്യങ്ങളങ്ങ് പറയാം. ആ കുട്ടിയെപ്പറ്റി ഒരു നല്ല 4 കാര്യങ്ങൾ പറ. നല്ല 4 കാര്യങ്ങൾ പറയുമ്പോൾ ആ കുട്ടിക്കൊരു സന്തോഷം ഉണ്ടാകും. അപ്പോൾ തിരുത്തേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവും. അങ്ങനെയല്ലേ കാര്യങ്ങൾ നടത്തണ്ടേ? ഇത് യാതൊരു തരത്തിലും കുട്ടിയെ ഓണർ ചെയ്യാതെ, കുട്ടിയെ വാലിഡേറ്റ് ചെയ്യാതെ, അതുപോലെ കുട്ടി ഒരു വിഷമം നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ ആ വിഷമം ആദ്യം ഒന്ന് വാലിഡേറ്റ് ചെയ്യും. ആ വിഷമം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഉണ്ടെങ്കിലേ ഒരു കുഞ്ഞിനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കുഞ്ഞിൻ്റെ വിഷമത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എമ്പതൈസ് ചെയ്യുക. എമ്പതി എന്നൊക്കെ പറയുന്ന ഒരു വലിയ ക്വാളിറ്റിയാണ്. ഒരു വികാരവും ഇല്ല. ബ്രോയിലർ ചിക്കൻ പോലത്തെ കുറേ മനുഷ്യർ, അവരെങ്ങനെയാണ് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ഒരു തിരുത്തൽ ആവശ്യമാണ്. നമുക്കിങ്ങനെ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് ചർച്ചകളൊക്കെ ഉണ്ടാക്കി ആരുടെയെങ്കിലുമൊക്കെ തലയിൽ കുറേ ബ്ലെയിം കെട്ടിവെക്കുക, അക്യൂസ് ചെയ്യുക, ഇറ്റ്സ് നോട്ട് എ സൈൻ ഓഫ് എ ഡെവലപ്ഡ് സൊസൈറ്റി. നമ്മളൊരു നല്ല സൊസൈറ്റിയായി മാറിയേ പറ്റൂ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അവരെ വളരെ എക്സലൻ്റ് ആയിട്ട് രൂപപ്പെടുത്തിയാലേ നമുക്കൊരു ഡെവലപ്ഡ് കൺട്രി എന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യം വളരുകയുള്ളൂ, നമ്മുടെ സമൂഹം വളരുകയുള്ളൂ. അതിനെ നമുക്ക് ഒരുമിച്ച് നിന്ന് കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കാം. കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിച്ചേ പറ്റൂ. കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന സമൂഹം മാത്രമേ നാളെ ഒരു റെസ്പെക്റ്റ്ഫുൾ കൺട്രി ആയിട്ട് മാറത്തുള്ളൂ. എല്ലാവർക്കും ആശംസകൾ. ഹാപ്പി ലിവിങ്.